എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 39 ശ്ലോകം 53, 54, 55, 56, 57 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 39ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ആ മനോഹരമായ രൂപത്തെ കണ്ടിട്ട് അക്രൂരൻ അത്ഭുത സ്തബ്ധനായ ആനന്ദപരവശനായിട്ട് അങ്ങനെ ഭഗവാനെ സ്തുതിക്കണം. കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞു ഭഗവാന്റെ ആ സുന്ദര രൂപം, സൗന്ദര്യോത്തരതോപി സുന്ദരതരമായുള്ള രൂപം, ഓരോ അവയവത്തിനും എത്രയാ ഭംഗി അറിയില്ല. അങ്ങനെയുള്ള ഓരോ അവയവത്തിന്റെ സൗന്ദര്യം വർണ്ണിക്കണം. ഇതാ ബാക്കി ഈ ശ്ലോകങ്ങളിലാണ് വർണ്ണിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 53, 54 രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്നിച്ചാണ് പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സുനന്ദനന്ദ പ്രമുഖൈ പാർഷദേ സനകാദിഭി സുരേശൈർബ്രഹ്മരുദ്രാദ്യൈ നവഭിശ്ച ദ്വിജോത്തമൈ പ്രഹ്ലാദ നാരദ വസുപ്രമുഖൈ ഭാഗവതോത്തമൈ സ്തൂയമാനം പൃഥഗ്ഭാവേ വചോഭി അമലാത്മഭി. പൂർവാദികളായ 8 ദിക്കുകളില് സുനന്ദൻ, നന്ദൻ മുതലായ ഭൃത്യവർഗങ്ങള് ഹേ സ്വാമിൻ പ്രസീദ എന്ന് പറഞ്ഞ് ഭഗവാനെ അഭിസംബോധന ചെയ്യണം. പശ്ചിമഭാഗത്തിലെ സനകാദി യോഗീശ്വരന്മാര് ഹേ ബ്രഹ്മസ്വരൂപ പ്രസീദ എന്ന് പറയുന്നു. വലത്തു ഭാഗത്ത് ബ്രഹ്മാവ്, പരമേശ്വരൻ മുതലായ ദേവാധിപതികള് ഹേ മഹേശ്വര പ്രസീദ എന്നും, ഇടത്തുഭാഗത്ത് മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ എന്നീ 9 ബ്രാഹ്മണ ശ്രേഷ്ഠന്മാര് ഹേ പ്രജാപതേ പരംപുരുഷ പ്രസീദ എന്നും, മുൻഭാഗത്തില് എതിർമുഖമായി നിൽക്കുന്ന ഭഗവത് ഭക്ത പ്രമാണികളായ പ്രഹ്ലാദൻ, നാരദൻ, ഉപരിചരൻ എന്ന ആ വസുക്കള് ഹേ പരദൈവമേ പ്രസീദ എന്നും, അങ്ങനെ ഭിന്നാഭിപ്രായങ്ങൾ അടങ്ങിയ വാക്കുകൾ കൊണ്ട് സ്തുതിക്കപ്പെട്ടാണ് ഭഗവാൻ അങ്ങനെ ആ ശേഷസായിയായിട്ട് വർത്തിക്കുന്നത്. ഇവരെല്ലാവരും നിർമ്മല ചിത്തന്മാരായതുകൊണ്ട് ഇവര് പറഞ്ഞതെല്ലാം പരമാർത്ഥാണ്. ഓരോരുത്തരും ഓരോ തരത്തിലാണ് അല്ലെ സ്തുതിക്കുന്നത്. ഓരോ ഭാവനകളാൽ പരിശുദ്ധന്മാരായവർക്ക് അതത് ഭാവസ്വരൂപനായി ഭഗവാൻ പ്രത്യക്ഷീഭവിച്ചിരുന്നു. അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഭഗവാൻ അവർക്ക് പ്രത്യക്ഷീഭവിച്ചിരുന്നു. പൊന്നൊന്ന് പണി പലത് എന്ന് പറയില്ലേ, ആ രീതിയില് പരമാർത്ഥമായ ഏക വസ്തു ബഹുരൂപമായിട്ട് ലോകത്തില് ഭവിച്ചിരിക്കണം. അങ്ങനെയാണ് ഈ ഓരോരുത്തരുടെയും സ്തുതിയുടെ സാരം എന്ന്, അതാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കണം. അരൂപോ ബഹുരൂപശ്ച ഏകയേവ മഹേശ്വര എന്ന് സാരം. ശ്രിയാ പുഷ്ട്യാ ഗിരാകാന്ത്യ കീർത്തിയാ തുഷ്ടേളയോർജയാ വിദ്യയാ അവിദ്യയാ ശക്തിയാ മായയാ ച നിഷേവിതം. സർവ സമ്പത്തുക്കളുടെയും അധിഷ്ഠാന ദേവതയായ ലക്ഷ്മി ദേവി, സ്വൽപ്പ ആഹാരം കൊണ്ടുകൂടി ശരീരത്തിന് പുഷ്ടി നൽകുന്ന പുഷ്ടി എന്ന ദേവി, സർവവിദ്യാസ്വരൂപിണിയായ സരസ്വതി ദേവി, ശോഭയുടെ അധിഷ്ഠാന ദേവതയായ കാന്തി ദേവി, യശസ്സിന്റെ അധിഷ്ഠാത്രിയായ കീർത്തി ദേവി, ഭൂമിയുടെ അധിഷ്ഠാന ദേവതയായ ഇള, ലീലയുടെ അധിഷ്ഠാത്രിയായ ഊർജ, ജീവന്മാർക്ക് മുക്തി നൽകുന്ന ജ്ഞപ്തി എന്നു പേരായ വിദ്യാദേവി, സംസാരത്തെ നിലനിർത്തി ജീവന്മാർക്ക് ബന്ധത്തെ നൽകുന്ന അജ്ഞാനത്തിന്റെ അധിഷ്ഠാനമായ അവിദ്യ,
ഇത് രണ്ടിന്റെയും മൂലകാരണമായ മായയിൽ നിന്നും അന്തരംഗയായിരിക്കുന്ന ചിച്ഛക്തി എന്ന വ്യവഹരിക്കപ്പെടുന്ന റാദിനി, സംവിദ്രൂപിണിയായ ശക്തി എന്നീ 12 ദേവതകളാൽ സേവിക്കപ്പെട്ടുകൊണ്ടിരുന്നു ഭഗവാൻ. അതാ ആ മുകളിൽ പറഞ്ഞ ഓരോ ദേവതാപ്രസാദം അതത് ഭാവത്തെ പുഷ്ടിപ്പെടുത്തും. വിലോക്യ സുഭൃശം പ്രീതോ ഭക്ത്യാ പരമയായുധ ഹൃഷ്യത്തനൂരുഹോ ഭാവപരിക്ലിന്നാത്മലോചന. ഇതിനു മുമ്പത്തെ ശ്ലോകങ്ങളിൽ വിവരിച്ച പോലെ ആദിശേഷന്റെ മേല് പള്ളി കൊള്ളുന്ന പരമപുരുഷനെ കണ്ടപ്പോ അക്രൂരൻ ഏറ്റവും സന്തോഷിച്ചു, പരമഭക്തി ഉണ്ടായി. രോമങ്ങളെല്ലാം എണീറ്റ് നിന്നു. രോമാഞ്ച കഞ്ചുകിതനായി എന്ന് പറയുന്നത്, കണ്ണിങ്ങനെ നിറയുന്നുണ്ട് സന്തോഷം കൊണ്ട്. സന്തോഷാശ്രുക്കൾ ഇങ്ങനെ ജലം ധാരയായിട്ട് ഒഴുകാണ് അക്രൂരന്റെ നേത്രങ്ങളിൽ നിന്ന്. ഈ 12 ശ്ലോകങ്ങൾ കൊണ്ട് സഗുണോപാസനയിൽ പരിശ്രമിക്കുന്ന ഭക്തന്മാരെ ഭഗവാൻ വ്യാസമഹർഷി അനുഗ്രഹിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് സഗുണോപാസന ചെയ്യേണ്ടതെന്ന് ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വിശേഷങ്ങളെയും ക്രമത്തില് മനനം ചെയ്ത് ഉറപ്പിച്ച് പ്രതി ദിവസം ധ്യാനം അഭ്യസിച്ചാൽ അക്രൂരൻ കണ്ടതുപോലെ ഭഗവത് രൂപത്തെ കാണാനും അക്രൂരനുണ്ടായതുപോലെ ഭക്തി ഉറയ്ക്കാനും രോമാഞ്ചം, ആനന്ദബാഷ്പം മുതലായ സാത്വിക ഭാവങ്ങൾ അനുഭവിച്ച് പരിശുദ്ധാത്മാക്കളാവാനും ഇടവരും എന്നാണ്. അതാണ് ആചാര്യൻ ശ്രീ ശുഖബ്രഹ്മർഷി അത് വിസ്തരിച്ച് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഗിരാകൽകൃതയാസ്തൗഷിൽ സത്വമാലംബ്യ സാത്വത പ്രണമ്യമൂർധ്രാവഹിത കൃതാഞ്ജലികുടശനയേ. ഭക്തനായ അക്രൂരൻ സന്തോഷപരവശനായി. എങ്കിലും അങ്ങനെ കുറെ നേരം ഒന്നും മിണ്ടാൻ പറ്റാതെ അങ്ങനെ ഇരുന്നു അക്രൂരൻ. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ ധൈര്യം അവലംബിച്ചു. സ്തുതിക്കണം ഭഗവാനെ. അങ്ങനെ മനസ്സിനെ സാവധാനത്വപ്പെടുത്തി കൈകള് രണ്ടും തമ്മിൽ യോജിപ്പിച്ചു ശിരസിൽ വെച്ച് തല താഴ്ത്തി ഭഗവാനെ നമസ്കരിച്ചു. സന്തോഷാധിക്യത്താൽ ഒഴുകുന്ന ആ നേത്രജലത്താൽ കണ്ടങ്ങനെ ഇടറുന്നുണ്ട്, വാക്കുകൾ പുറത്തു വരണില്ല. അങ്ങനെ ഇടറി അങ്ങനെ വരുന്ന വാക്കുകൾ കൊണ്ട് മെല്ലെ മെല്ലെ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർത്ഥേ അക്രൂരസ്തുതിർനാമ ഏകോനചത്വാരിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 39ാമത്തെ അധ്യായം രാമകൃഷ്ണന്മാരുടെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.